ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എറണാകുളം തൃപ്പൂണിത്തറയിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ എന്ന് പറയുന്നൊരു സ്കൂള്, അവിടെ ഒരു മിഹ്ർ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ കഴിഞ്ഞ ദിവസം തൻ്റെ ഫ്ലാറ്റിൻ്റെ 26-ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം ആ വിദ്യാർത്ഥിയുടെ ഉമ്മ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റുമായി വരുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാവരും കുറേ ആൾക്കാർ അറിയുന്നത്. ഈ കുട്ടി വളരെയധികം റാഗിങ്ങിന് ഇരയാകുകയും സ്കൂളിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിരന്തരം ഇവനെ ഉപദ്രവിക്കുകയും ഇവനെ വളരെയധികം ശാരീരികവും മാനസികവുമായ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്. ഗൈസ്, നോക്കൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, 15 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി, ഈ കുട്ടിയുടെ ജീവിക്കുവാനുള്ള അവകാശം തന്നെ നിഷേധിക്കപ്പെട്ട നിലയിലാണ് ആ കുട്ടി ആത്മഹത്യക്ക് ചെയ്യാൻ ഇടയായത്. ഈ കുട്ടിയുടെ അവകാശങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കിയ ഈ ഒരു അക്രമക്കൂട്ടം ഇപ്പോഴും ആ സ്കൂളിൽ ശൗര്യവിഹാരം നടത്തുന്നു എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൻ്റെയും നമ്മുടെ അന്വേഷണ സംവിധാനത്തിൻ്റെയും തീരത്തും പരാജയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞെന്നാൽ അവരെ പിടിക്കുക അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന എന്താ, അവർ വീണ്ടും ആ തെറ്റുകൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ്. നോക്കൂ, ഈ സ്കൂളിലെ ഈ കുട്ടികൾ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ വന്നിട്ടില്ല. അവർ ശൗര്യവിഹാരം നടത്തുകയാണ്. ഈ കുട്ടി മരിച്ച ശേഷവും അല്ലെങ്കിൽ ഇവൻ്റെ ആത്മഹത്യക്ക് ശേഷവും ഈ കുട്ടികൾ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷ പ്രകടനങ്ങളും നടത്തി എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്നൊരു വിവരമാണ്. അപ്പം അവർ ഇതിന് ഒരു പശ്ചാത്താപവും ഈ തെറ്റിലില്ല എന്നുള്ളത് തന്നെയല്ല, മറിച്ച് ഇനിയും ആ പ്രവൃത്തികൾ ആവർത്തിക്കും എന്നുള്ള ഒരു ഉത്തമമായ ഒരു മെസ്സേജാണ് അവർ ഇതിലൂടെ സെൻഡ് ചെയ്യുന്നത്. ആ ഉമ്മ തൻ്റെ മകന് മരണശേഷവും ഇതിനുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ രംഗത്ത് വന്നത് വളരെയധികം സ്വാഗതാർഹമാണ്. കാരണം അവർ മനസ്സിലാക്കുന്നത് തൻ്റെ മകൻ ഏതായാലും നഷ്ടപ്പെട്ടു, അതിനുശേഷം ഇനി ഒരു കുട്ടിക്കും ഇതേ രീതിയിലുള്ള അപകടകരമായ സ്ഥിതി ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഈ പോസ്റ്റുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം മെയിൻ സ്ട്രീം മാധ്യമങ്ങളായ വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം ഈ വാർത്ത ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒറ്റ ഇൻഫ്ലുവൻസ് പ്രകാരം മാത്രം കൊണ്ടാണ് ഈ വാർത്ത ഇത്രയേറെ പ്രാധാന്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൽ ഒരു അന്വേഷണം നടത്തുന്നുമില്ല, ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് എതിരെ അന്വേഷണമില്ല, ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവിടെ പഠിക്കുന്ന ഈ ഗാങ്ങിൽപ്പെട്ട ആൾക്കാർക്കുമെതിരെ യാതൊരു അന്വേഷണവുമില്ലാതെ ഈ സ്കൂൾ ഇപ്പോഴും തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നമ്മൾ ഇതിനെക്കുറിച്ച് മിണ്ടാതിരുന്നാൽ ഇത് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഇത് എല്ലാം തേഞ്ഞു മാഞ്ഞു പോവുകയും വീണ്ടും അടുത്ത പാർട്ടി ഇതേ രീതിയിൽ ആക്രമിക്കപ്പെടുകയും മരണത്തിന് വിധേയമാകുകയും അല്ലെങ്കിൽ ആത്മഹത്യക്ക് വിധേയമാകുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമ്മളെക്കൊണ്ടാകുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളും നമ്മളെക്കൊണ്ടാകുന്ന രീതിയിലുള്ള നമ്മുടേതായ പ്രതിഷേധ പരിപാടികളും ഇവിടെ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് ഫോർ മിഹർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം അരങ്ങേറുന്നുണ്ട്. അപ്പം നിങ്ങളെക്കൊണ്ട് ആകുന്ന കമൻറ്റുകളും നിങ്ങളെക്കൊണ്ടാകുന്ന സപ്പോർട്ടുകളും ആ ക്യാമ്പയിന് നൽകണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഗൈസ്. കാരണം ഇല്ല എങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ പൂർവാധികം ശക്തിയായി തന്നെ വീണ്ടും അരങ്ങേറും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കോ വ്യക്തികൾക്കോ നമ്മുടെ സമൂഹത്തിൽ നിന്നും യാതൊരുവിധ പിന്തുണയും ലഭിക്കുകയില്ല എന്നും ഇത്തരം തെറ്റുകൾ ഒരു കാരണവശാലും നമ്മൾ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞെന്നാൽ ഇനിയെങ്കിലും ഇതേ പാതയിലേക്ക് വരാനിരിക്കുന്ന കുട്ടികൾ ഒന്ന് പിന്നോക്കം പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ നമ്മുടെ പ്രതിഷേധങ്ങളും ഈ രീതിയിൽ നമ്മുടെ പ്രതിഷേധ പ്രകടനങ്ങളും ഈ രീതിയിൽ നമ്മുടെ പ്രതിഷേധ പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കണമെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഇന്നൊരു മിഹിർ മാത്രമാണ്. മറ്റ് മിഹിറുകളും അല്ലെങ്കിൽ മറ്റു കുട്ടികളും ഈ രീതിയിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ സ്കൂളുകളിൽ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിൽ പിന്നിൽ പ്രവർത്തിച്ച, ഇതിന് പിന്നിൽ കുറ്റകൃത്യം ചെയ്ത വിദ്യാർത്ഥികൾ അല്ല ഗ്യാങ് ഓഫ് സ്റ്റുഡൻസ്, അവർക്കെതിരെ കർശനമായ നടപടികളും കർശനമായ അന്വേഷണം നടത്തി അവരെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പോരായ്മകളും വളരെയധികം വിഷയങ്ങളുമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയധികം മോശമായ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഉദാഹരണം 3 മാസത്തിന് മുമ്പാണ് ഇദ്ദേഹം ഈ മിഹിർ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഈ സ്കൂളിൽ, ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്, ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് 3 മാസം മുമ്പ് അഡ്മിഷൻ എടുത്ത് പഠിക്കാനെത്തിയ ഈ മിഹിർ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് 3 മാസത്തിനിപ്പുറം ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ അവനെ എത്തിച്ചു എന്നുള്ളത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരു പങ്കാണ് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇപ്പം മനസ്സിലാക്കുന്നതാണ്. ഇതിന് പിന്നിൽ വേറെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി അത് കണ്ടുപിടിക്കട്ടെ എന്ന് നമ്മൾക്കിപ്പോൾ പറയുന്നു. കാര്യം നമുക്കറിയത്തില്ല എന്താണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയതെന്ന്. പക്ഷേ അറിഞ്ഞെടുത്തോളം കാലം ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ റാഗിങ് നടത്തി, പിന്നെ ആ കുട്ടിയെ കൊണ്ട് ഫ്ലഷ് ടാങ്ക് അല്ലെങ്കിൽ വാഷ് റൂമിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ തൻ്റെ ടോയ്ലറ്റ് നക്കിക്കുകയും അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ വെള്ളത്തിൽ തലമുക്കുകയും ഫ്ലഷ് ടാങ്ക് അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹത്തെ മിഹിർ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിനെ സ്കൂൾ ബസ്സിൽ വെച്ച് നിരന്തരം ശാരീരികമായ മർദ്ദനത്തിന് വിധേയമാക്കി എന്നുള്ളതും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുമോ എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ഓർക്കുന്നില്ല. പക്ഷേ നമ്മുടെ സ്കൂളുകൾ തന്നെ ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. കാരണം സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് തീർത്തും അപലപനീയമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് അന്വേഷിക്കുകയും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും സമൂഹത്തിൽ നിന്നും ഇതിനെതിരെ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം, അത് കമൻറ്റുകളായും അതല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടേതായ രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞെന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വിദ്യാർത്ഥികളെയും നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഗൈസ്, നിങ്ങളെല്ലാവരും തന്നെ ഈ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന് സപ്പോർട്ട് നൽകണമേ എന്ന് ആവശ്യപ്പെടുകയാണ്. ഇനിയൊരു മിഹിർ ഇവിടെ ഉണ്ടാകാതിരിക്കാനും ഈ നിയമം, ഈ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്ന റാഗിങ് പോലുള്ള ഈ പരിപാടികൾ ഇവിടെ ആവർത്തിക്കപ്പെടാതിരിക്കുവാനും നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള സപ്പോർട്ടുകളും അതിനെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഈ കമൻറ്റുകളും അതുപോലെ തന്നെ ലൈക്കുകളും നൽകി ഈ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വിജയിപ്പിക്കണമേ എന്നും ഞാൻ ആവശ്യപ്പെടുന്നു.